ഇന്നത്തെ ടാസ്ക് കണ്ട എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുന്നൊരു ചോദ്യം, ആര്യൻ മൊട്ടയടിക്കണമായിരുന്നോ ജിസേലിന് വേണ്ടിയിട്ട്? ഒരാവശ്യവുമില്ല. ആര്യൻ എന്തിനു മൊട്ടയടിക്കണം? ആര്യനെ ആ ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തതിലൂടെ തന്നെ, അത് ആരൊക്കെയാണോ തിരഞ്ഞെടുത്തത് അവരൊക്കെ കാണിച്ചത് വലിയ മണ്ടത്തരമാണ്. കാരണം ഓൾറെഡി ബിഗ് ബോസ് വീട്ടിൽ സേഫായിട്ട് നിൽക്കുന്ന, യാതൊരു കഷ്ടപ്പാടുകളും അറിയാത്ത ഒരാള്, അയാൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മൊട്ടയടിക്കേണ്ട കാര്യം? ആര്യൻ ചോദിച്ചൊരു പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നിങ്ങളുടെ ഫാമിലി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 750 പോയിന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താമെങ്കിൽ എന്റെ തല മൊട്ടയടിക്കാതിരിക്കാൻ 1000 പോയിന്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തണം. ആ ഹ്യൂമാനിറ്റി നിങ്ങൾ എന്നോട് കാണിക്കണമെന്ന് ആര്യം പറഞ്ഞത് 100% ശരിയാണ്. ആര്യൻ എന്ന് പറയുന്ന ഗെയിമറിനെ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ആര്യൻ എന്ത് ചെയ്തു? ആര്യന്റെ ഭാഗം സേഫ് ആക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു കാർഡ് എടുത്തിട്ട് ജിസേലിനെയും സേഫ് ആക്കി. ഇതിനിടയിൽ റിലീജിയൻ ഒക്കെ വലിച്ചിടുന്നുണ്ട്. അത് വെറുതെയാണ്, നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാണ്. കാരണം റിലീജിയൻ എന്നൊരു മാറ്റർ അല്ല എന്ന് ആര്യൻ തന്നെ അവിടെ പിന്നീട് പ്രൂവ് ചെയ്യുന്നുണ്ട്. 10,000 പോയിന്റ് ആണെങ്കിൽ മൊട്ടയടിക്കാം, ഈ കാരണം പറഞ്ഞ് പുറത്താക്കുമെന്നുണ്ടെങ്കിൽ മൊട്ടയടിക്കാന്ന് പറയുമെങ്കിൽ, അപ്പോൾ പിന്നെ റിലീജിയനും അച്ഛൻ മരിച്ചാലേ ഞങ്ങൾ മൊട്ടയടിക്കും എന്നൊക്കെ പറയുന്നത് അത് തൊടുന്യായം മാത്രമാണ്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചാൽ ആര്യൻ ബുദ്ധിപരമായി തന്നെയാണ് കളിച്ചത്. കാരണം അനീഷിന്റെ ഭാഗം സേഫ് ആക്കി. ഇതിനകത്ത് പോയിന്റ് മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരൊക്കെ ഉടുത്തൊരുങ്ങി നടന്നോട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ഗെയിം അല്ല ഇത്. അവനവന്റെ ഭാഗം സേഫ് ആക്കുക എന്നുള്ളതാണ്. അവിടെ അനീഷ് എന്ത് ചെയ്തു? മൊട്ടയടിയിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെട്ടു, ടാസ്ക് ചെയ്തു എന്നുള്ള മിടുക്കനുമായി. എന്തുകൊണ്ടാണ് അനീഷ് മൈൻഡ് ഗെയിമർ ആവുന്നത്? അനീഷിന്റെ ചലഞ്ച് ഏറ്റെടുത്തു. മറ്റുള്ള ചലഞ്ച് അവരുടെ കാര്യം എന്നാക്കി മാറ്റി. അനീഷ് സേഫായി. അവിടെയാണ് മൈൻഡ് ഗെയിം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അവിടെ ആര്യന്റെയും ജിസേലിന്റെയും ചലഞ്ച് എന്താണ്? ഇതിൽ നിന്ന് എങ്ങനെ തടിയൂരും? വീട്ടുകാരെല്ലാം കൂടെ വന്ന് അറ്റാക്ക് ചെയ്യാണ്. ഇവിടെയാണ് ആര്യൻ തിങ്ക് ചെയ്യുന്ന എന്തായിരിക്കും? ആര്യന് ആവശ്യം പോലെ വസ്ത്രമുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനെ അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് നല്ല ഡ്രസ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനു മൊട്ടയടിക്കണം? എന്റെ സൗന്ദര്യം ഞാൻ എന്തിനു നഷ്ടപ്പെടുത്തണം? അതാണ് ആര്യൻ ചിന്തിച്ചത്. ആര്യന് ഒരിക്കലും ആ ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നില്ല. പിന്നെ ആര്യൻ ഒരു നിബന്ധന അവരുടെ മുമ്പിലേക്ക് വെച്ചു. എന്താണ്? ഞാൻ നോമിനേഷനിൽ, നിങ്ങൾ ഇനി ആരും ഇവിടെ എന്നെ അങ്ങോട്ട് നോമിനേഷനിൽ എൻ്റെ പേര് പറയില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ മൊട്ടയടിക്കാം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവിടെ ആരും തയ്യാറല്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം എന്ന് പറയുന്നത് അതിന്റെ കാര്യം എനിക്കില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആര്യൻ സ്മാർട്ടായിട്ട് കളിച്ചു. ജിസേൽ എന്ത് ചെയ്തു? ജിസേൽ ആസ് യൂഷ്വൽ വുമൺ വിക്ടിം കാർഡ് ഇറക്കി. സ്ത്രീയാണ്, എന്റെ സൗന്ദര്യം എനിക്ക് പ്രധാനമാണ്, ഞാൻ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ഓൾറെഡി എനിക്ക് മേക്കപ്പ് ഇടാൻ പറ്റുന്നില്ല, കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാൻ അതുകൊണ്ട് എനിക്ക് എന്തായാലും തല മുട്ടയടിക്കാൻ പറ്റില്ല. ആരും ജിസേലിനെ ഒന്നും പറയുന്നില്ല. കാരണം ഒരു സ്ത്രീ എന്ന പരിഗണന എല്ലാവരും കൊടുക്കുന്നുണ്ട്. അവിടെ പല സ്ത്രീകളും ഞങ്ങളാണെങ്കിൽ ചെയ്തേനെന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഈ ടാസ്കിൽ 1000 പോയിന്റിന് വേണ്ടിയിട്ട് മുടി മൊട്ടയടിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ വേണമായിരുന്നു തെരഞ്ഞെടുത്ത് വിടാൻ. ആര്യന് അതിന്റെ ആവശ്യമില്ല. ജിസേൽ അതൊട്ട് ചെയ്യാനും പോകുന്നില്ല. അതിന് വരെ വില്ലിംഗ് ആയിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ പിക്ക് ചെയ്യേണ്ടത് ആരാണ്? ഹൗസ് മേറ്റ്സ് ആണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയവരാണ് ഈ ടാസ്ക് കൊളാക്കിയത്. അവിടെ പോയ ആര്യനോ അനീഷോ ജിസേലോ അല്ല. ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയ ആര്യൻ സ്മാർട്ടായിട്ട് കളിച്ചു എന്നാണ് അവിടെ ആര്യന്റെ ഒരു ഗെയിമിനെ വെച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ആര്യന്റെ തടി ഊരി എന്നേ അതിൽ നിന്ന് വളരെ സ്മാർട്ടായിട്ട് കളിച്ചു. അനീഷ് വളരെ തന്ത്രപരമായിട്ട് ഒന്നിലും നിൽക്കാതെ അനീഷിന് കിട്ടിയ ചലഞ്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അനീഷിനറിയാം മറ്റുള്ളവർക്ക് എന്തോ പണിയുണ്ട്. മറ്റേ സാധനം വായിച്ചപ്പോൾ തന്നെ അനീഷിന് കാര്യം കത്തിയിട്ടുണ്ട്, മിക്കവാറും അപ്പുറത്ത് പണിയാണ്. എന്നാൽ പിന്നെ ഞാൻ അവിടെ കിടന്ന് അടിച്ച് ചാവേണ്ടി വരും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? എന്റെ ഭാഗം സേഫ് ആക്കാം, മിണ്ടാതിരുന്നാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്താവും അനീഷ് അത് ഏറ്റെടുത്തത്. ഇപ്പൊ ബിഗ് ബോസ് പറയാണ് അനീഷെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ അനീഷിന് വേണമെങ്കിൽ, അനീഷിന് ചിലപ്പോൾ മനസ്സിലായി കാണും കുഴപ്പമൊന്നും ഉണ്ടാവില്ല സംസാരിച്ചാലും എന്ന്. എന്നാലും ചിലപ്പോൾ അനീഷ് സംസാരിക്കില്ല. കാരണം പിന്നെ അവരുമായിട്ട് ആർഗ്യുമെന്റിന് പോവേണ്ടി വരും. ബിഗ് ബോസ് പറഞ്ഞിട്ട് വരെ മിണ്ടാതെ നിന്നുകൊണ്ട് പിന്നെ ആരും അനീഷിന്റെ മണ്ടയിലോട്ട് കയറാൻ പോയില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് അനീഷിന് മേലുള്ള പ്രഷർ വളരെ കുറവായിരുന്നു. അവിടെയാണ് അനീഷ് എന്ന് പറയുന്ന ഗെയിമറിന്റെ ബ്രില്യൻസ്. പക്ഷെ ആര്യൻ അവിടെ കിടന്ന് വായിട്ട് അലക്കേണ്ടി വന്നു നല്ലപോലെ. കാരണം വേറെ ചോയ്സ് ഇല്ല. അതായത് അനീഷ് വേറൊരു ചോയ്സ് അവിടെ വെച്ചില്ല. ജിസേൽ അല്ലെങ്കിൽ ആര്യൻ മൊട്ടയടിക്കണമെന്നായി. കാരണം അനീഷ് ആ ചലഞ്ച് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. പിന്നെ അനീഷിന് എന്ത് ചെയ്യാനാ? പിന്നെ ഓൾറെഡി അയാളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മൊട്ടയടിക്കേണ്ട ഒരു ചലഞ്ച് അയാൾ പിന്നെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? അവിടെയാണ് ആര്യൻ പെട്ടുപോയത്. പക്ഷെ ആര്യൻ അത് ചെയ്യില്ല. ആര്യൻ അവസാനം ഉപയോഗിച്ചൊരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ നോമിനേഷന്റെ കാര്യം എടുത്തിട്ടു. നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ചലഞ്ച് ചെയ്യാം. കാരണം ആര്യന് ഇതിന്റെ ആവശ്യമില്ല. ആര്യന് ഡ്രസ്സുണ്ട്, മേക്കപ്പ് സാധനങ്ങളുണ്ട്, എല്ലാം അവിടെയുണ്ട്. അതായിരുന്നു ഈ ഗെയിമിലെ മറ്റൊരു ടേണിംഗ് പോയിന്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.